എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ കാണും, അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഒട്ടും വൈകാതെ കൂർക്ക നമുക്ക് ആദ്യം തന്നെ ഒന്ന് നന്നാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലെ മണ്ണെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാൻ പോവാണ്. താഴെ വെച്ച് നന്നായി കഴുകി ഇതിന്റെ മണ്ണെല്ലാം കളഞ്ഞെടുക്കണം. ഒരു കൊട്ടയിലേക്ക് മാറ്റാം. നന്നായിട്ട് ഇത് മണ്ണുണ്ടാവും. ഞാനിതൊരു കണ്ടില്ലേ, ഇതുപോലെ മണ്ണും വേരും എല്ലാം ഉണ്ടാവും. ഇത് മാറ്റാം. ഞാനിതൊരു 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കൂർക്കയാണ്. ഇതൊരുവിധം ഇതിലെ മണ്ണെല്ലാം പോയിട്ടുണ്ട്, കണ്ടോ. ഇപ്പൊ ഇതാ കൂർക്ക ഞാൻ 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം നന്നായി കഴുകി അതിലെ മണ്ണെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഇതാ ഞാൻ കുക്കറിൽ ഏകദേശം 3/4 ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൂർക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂർക്ക നന്നായിട്ട് മുങ്ങി കിടക്കണം, വെള്ളം കുറവായി പോകരുത്. കുറുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒറ്റ വിസിൽ അടുപ്പിൽ വെച്ചിട്ട് ഒരു വിസിൽ കേൾക്കുമ്പോഴേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി വിസിൽ പോകാനൊന്നും കുക്കർ നേരെ സിങ്കിലേക്ക് കൊണ്ടുവന്ന് വിസില് കളയാണ്, അല്ലെങ്കിൽ നമ്മുടെ കൂർക്ക വെന്ത് പോകും അതിനകത്ത് കിടന്നിട്ട്. ഇത് ഓപ്പൺ ചെയ്ത് അതിലെ ചൂടുവെള്ളം മാറ്റാം. അധികം ചൂടുവെള്ളത്തിൽ കിടന്നാൽ ചിലപ്പോൾ വെന്ത് പോകും. പിന്നെ ഇതിങ്ങനെ നല്ല ഈസി ആയിട്ട് ഇതിൻ്റെ തൊലി ഇങ്ങനെ പോന്ന് കിട്ടും, കണ്ടോ. നമ്മൾ ഈ കാച്ചിലിൻ്റെ മധുരക്കിഴങ്ങിൻ്റെ ഒക്കെ തോട് പൊളിക്കില്ലേ, അതേപോലെ ഇങ്ങനെ നല്ല ഈസി ആയിട്ടത് പോരും. വളരെ എളുപ്പത്തിൽ അപ്പോൾ നമുക്ക് ഇതിൻ്റെ തോട് ഇങ്ങനെ കളഞ്ഞെടുക്കാം. അപ്പോൾ ഇത് മൊത്തം ഇതുപോലെ നമുക്ക് എളുപ്പത്തിൽ കളഞ്ഞെടുക്കാം. ഈ രീതിയിൽ കൂർക്ക വൃത്തിയാക്കുമ്പോൾ നമ്മുടെ കൈകളിൽ യാതൊരുവിധ കറകളും ആവില്ല എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം. അപ്പോൾ നമ്മുടെ കൂർക്ക അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൂർക്ക മെഴുക്ക് വരട്ടി തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇത് ഓൾറെഡി ഒരു വിസിലിൽ കുക്ക് ചെയ്തത് കൊണ്ട് ഇനി വേറെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കൂർക്ക ഒന്ന് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാധാരണ നമ്മൾ മെഴുക്ക് വരട്ടി തയ്യാറാക്കുന്ന പോലെ ഉണ്ടാക്കിയാൽ മാത്രം മതിയാകും. അപ്പോൾ ഞാൻ കുറച്ച് ചുവന്നുള്ളിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഈ ചുവന്നുള്ളിയും പച്ചമുളകും ആദ്യം ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതാ ചുവന്നുള്ളിയും പച്ചമുളകും നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. കൂർക്ക മെഴുക്ക് വരട്ടി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളി പച്ചമുളകും കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ഇതുവരെ നമ്മുടെ കൂർക്കയിലേക്ക്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വയ്ക്കാം.
അപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മൾ സാധാരണ ഇങ്ങനെ വേവിക്കാതെയാണ് കൂർക്ക നന്നാക്കുന്നതെങ്കിൽ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ആദ്യം ഒന്ന് വേവിച്ച് വെച്ചിട്ടായിരിക്കുമല്ലോ ഈ ഉള്ളിമുളകൊക്കെ ഒന്ന് മൂപ്പിച്ചിടണേ. അപ്പം ഇത് ഓൾറെഡി വെന്ത കൂർക്ക ആയതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ഈ സമയത്ത് ഇടണേ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്ന് പച്ചമണം ഒന്ന് മാറട്ടെ. ഇനി ഇതിലേക്ക് വേണ്ടത് ചതച്ച മുളകാണ്. ചതച്ച മുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ മെയിനായിട്ട് ഇതിന്റെ എരിവ് നമ്മുടെ പച്ചമുളകിന്റെ എരിവാണ്. ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പൊ ഇതാ പൊടികളെല്ലാം നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ള കൂർക്ക ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കും. ഇപ്പൊ നമ്മുടെ കൂർക്ക നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചാൽ മതി. ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. പച്ചവെള്ളം ഒരിക്കലും ഒഴിക്കരുത്, അപ്പൊ നമ്മുടെ കൂർക്കൊക്കെ ഒരു പച്ച ചൊവ്വയാവും. ഇനി ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്ന് വെന്ത് വന്നാൽ മതിയാവും. ഒരു 5-6 മിനിറ്റ് ഇതൊന്ന് വെന്താൽ മതിയാകും. ഞാൻ തീ വളരെ കുറച്ചാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് അടച്ചു വെച്ച് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കൂർക്ക ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു പോകരുത്. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. താങ്ക്